നിത്യസഹായ കേന്ദ്രം അമാദ്യസ്ഥ്യ കേന്ദ്രം ആകുന്നല്ലോ പാടാം ഞങ്ങൾ സഭതിരുസവിധേ നിൻ പാവനഗീതങ്ങൾ. നിത്യസഹായ കേന്ദ്രം അമാദ്യസ്ഥ്യ കേന്ദ്രം ആകുന്നല്ലോ പാടാം ഞങ്ങൾ സഭതിരുസവിധേ നിൻ പാവനഗീതങ്ങൾ. കാന്തി പരത്തി പാരിൽ ശാന്തി പുലർത്തി ദുഃഖിതരാകും മക്കൾക്കെന്നും നൽവരങ്ങൾ നൽകി. നിരുപമ കാന്തി പരത്തി പാരിൽ ശാന്തി പുലർത്തി ദുഃഖിതരാകും മക്കൾക്കെന്നും നൽവരങ്ങൾ നൽകി. വാഴുന്നോരമ്മയെ കാണുക ബലിപീഠേ, പാടുക നാമം പാവനഗാനം മാതാവിൻ ഗാനം. വാനിൽ ഉയരട്ടെ വാനിൽ ഉയരട്ടെ. നിത്യസഹായ കേന്ദ്രം അമാദ്യസ്ഥ്യ കേന്ദ്രം ആകുന്നല്ലോ പാടാം ഞങ്ങൾ സഭതിരുസവിധേ നിൻ പാവനഗീതങ്ങൾ. നിത്യസഹായ കേന്ദ്രം അത് പരിശുദ്ധ മറിയത്തിൻ്റെ മടിത്തട്ടാണ്. നിത്യസഹായകൻ പരിശുദ്ധാത്മാവാണെങ്കിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയായ നിത്യസഹായക, നിത്യസഹായകനായ പരിശുദ്ധാത്മാവും നിത്യസഹായികയായ പരിശുദ്ധ മറിയവും ഈ രണ്ടുപേരുള്ളപ്പോൾ മക്കൾ അനാഥരല്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. ഒരു നിത്യസഹായകനും ഒരു നിത്യസഹായികയും. അതെ, പരിശുദ്ധ അമ്മ നിത്യം സഹായമാണ്. എപ്പോഴും കൂടെയുള്ളവളാ പരിശുദ്ധ അമ്മ. അപേക്ഷിച്ചാൽ ഉപേക്ഷിക്കാത്ത അമ്മ. അമ്മയുടെ മടിത്തട്ടിൽ അഭയം തേടുന്ന മക്കളെ ഒരിക്കലും അമ്മ കൈവിടില്ല. അമ്മ കരം പിടിക്കും. അമ്മ കരം പിടിച്ചാൽ ആ കുഞ്ഞിന് പരാജയമില്ല. യേശുവിനെ വളർത്തിയതുപോലെ നന്മയുടെ പാതയിൽ, വിജയത്തിൻ്റെ പാതയിൽ, വിശുദ്ധിയുടെ പാതയിൽ അമ്മ കരം പിടിക്കും. കാർമല ഗീതങ്ങൾ നമുക്കായി ഒരുങ്ങുമ്പോൾ ഹൃദയം ചേർക്കാം അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക്. അതുവഴി ഈശോയുടെ തിരുഹൃദയത്തിൽ നമുക്ക് അഭയം തേടാം. അമ്മ കൈവിടില്ല. അമ്മ നിത്യസഹായമാണ്.
ടീന, വിമല ഹൃദയനാഥയോട്, അമ്മയുടെ വിമല ഹൃദയം ഏറ്റവും മധുരമായ ഇടമാണ്, അമ്മ എൻ്റെ സങ്കേതമാണ്, ആ സവിധയെ ഞാൻ അണയുന്നു എന്നുള്ള ആശയം മനോഹരമായി അമ്മയ്ക്കൊരു സ്നേഹസമ്മാനമായി പാടി പ്രകീർത്തിച്ചപ്പോൾ, മരിയ അനുഭവം ഹൃദയത്തിലില്ലാത്തവർക്ക് ഇത്ര നന്നായി പാടാൻ കഴിയില്ലെന്ന് എനിക്ക് തോന്നിപ്പോവുക. പാടും, പക്ഷേ അതിലൊരു മരിയ ഭാവമുണ്ട്. പരിശുദ്ധ അമ്മയോട് ഇത്ര ഇഴയടുപ്പം, ഹൃദയ ഐക്യം, ഹൃദയ സ്നേഹം ഉണ്ടാകാൻ എന്താ കാരണം? എൻ്റെ വീട്ടില് മമ്മി മാതാവിൻ്റെ ഒരു ഭക്തയാണ്. അപ്പം എനിക്ക് മാമോദിസപ്പേരായിട്ട് മേരി എന്ന എനിക്ക് പേര്. അപ്പം ചെറുപ്പം മുതലേ മമ്മി എന്നോട് പറഞ്ഞു തരാം, മാതാവിൻ്റെ പേരാണ്, അപ്പം പ്രത്യേകമായി നീ മാതാവിനോട് പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ്. മാതാവിന് സമർപ്പിക്കപ്പെട്ട കുഞ്ഞാണെന്ന് ചുരുക്കം. അതെ. എന്നിട്ട് ജീവിതത്തിൽ ഈ മരിയ അനുഭവങ്ങൾ ഒക്കെ ഒന്ന് പങ്കുവെക്കുകയാണെങ്കിൽ? ഒരുപാട് അനുഭവങ്ങളുണ്ട് എൻ്റെ ജീവിതത്തിൽ. എന്താ ടീന എന്ത് ചെയ്തുകൊണ്ടിരിക്കും? എന്താ പ്രൊഫഷൻ? എന്താ? ഞാനിപ്പം സ്കൂളിലെ ടീച്ചറാണ്, അധ്യാപികയാണ്. മരിയ അനുഭവങ്ങൾ ഒരുപാടുണ്ട്. എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ നേട്ടങ്ങൾക്ക് പിന്നിലും മാതാവിൻ്റെ കരമുണ്ട്. എല്ലാ കാര്യത്തിനും ഞാൻ മാതാവിനെ വിളിച്ചിട്ടാണ് പ്രാർത്ഥിക്കാറ്. അപ്പോൾ പാട്ട് പാടാനാണ് തന്നെ എനിക്കിങ്ങനെ പറഞ്ഞു തന്നിരിക്കുന്നത്, ഒരു പാട്ട് പാടുന്നതിന് മുന്നേ മാതാവിനോട് പറഞ്ഞിട്ട് പാടണം, അമ്മ എൻ്റെ കൂടെ പാടണം എന്ന് പറഞ്ഞിട്ട് വേണം പാടാനായിട്ട്. മാതാവിൻ്റെ നല്ല ശബ്ദമാണ്, അപ്പം നിൻ്റെ ശബ്ദമല്ല മാതാവിൻ്റെ ശബ്ദം വേണം കേൾക്കാനായിട്ട്. അപ്പം അങ്ങനെയാണ് എനിക്ക് ഞാൻ പാടുന്നത്. എവിടെയാണ് മനോഹരമായി പാടുന്നുണ്ടല്ലോ, എവിടെ അഭ്യസിച്ചത്? എൻ്റെ അമ്മയാണ് എൻ്റെ ആദ്യത്തെ ഗുരു. അധ്യാപികയാണോ? എൻ്റെ അമ്മ അധ്യാപികയാണ്, ഗാനഭൂഷണാണ്, പേര് ഷേർലി തോമസ്. മമ്മിയാണ് എൻ്റെ ഗുരു. അത് കഴിഞ്ഞിട്ട് പിന്നീട് കാവുമ്പട്ടം വാസുദേവൻ സാറിൻ്റെ അടുത്ത് പഠിച്ചു. പിന്നെ ഡിഗ്രി മ്യൂസിക് എടുത്ത് പഠിച്ചു. ഇപ്പം അധ്യാപികയായിട്ട്, മ്യൂസിക് ടീച്ചറായിട്ട് തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. സെന്റ് ജോസഫ് ഹൈസ്കൂൾ, പുലുരാമ്പാറ, കോഴിക്കോട്. ഈ ശിഷ്യഗണങ്ങളെ സംഗീതമൊക്കെ പഠിപ്പിക്കുമ്പോൾ അതിലൊരു അർപ്പണമുണ്ടല്ലോ. ഈ അധ്യാപിക അല്ലെങ്കിൽ അധ്യാപകൻ എന്ന് പറയുമ്പോൾ അതിലൊരു അർപ്പണമുണ്ട്. അത് വെറും ജോലിയല്ല, അത് ദൈവമേൽപ്പിക്കുന്നൊരു അർപ്പണം ആണെന്നുള്ള അവബോധത്തോടെ ശിഷ്യഗണങ്ങളോട് ഇടപെടാൻ കഴിയാറുണ്ടോ? കഴിയാറുണ്ട്. ഇപ്പോൾ ക്ലാസ് എടുക്കുന്നതിന് മുന്നേ പ്രാർത്ഥിച്ചിട്ടാണ് പോകാറ്. ഇപ്പോഴും പ്രത്യേകിച്ചും നമ്മൾ പ്രാർത്ഥിക്കാതെ ഒരു പ്രിപ്പറേഷൻ ഇല്ലാതെ പോയാൽ അത് ശരിയാവില്ല. കുട്ടികളെ നമ്മൾ പറയുന്നതൊന്നും അങ്ങനെ അനുസരിക്കാൻ വിമുഖതയുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോവുകയാണെങ്കിൽ ക്ലാസ് പ്രത്യേകം നമുക്ക് കൺട്രോളിൽ കിട്ടും. നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊക്കെ അവർ നമ്മൾ പറയുന്നതൊക്കെ അനുസരിക്കും. ഒരു അധ്യാപിക എന്ന നിലയിൽ ഞാനിപ്പോൾ ഈ വിഷയത്തിൽ നിന്ന് മാറി വ്യതിചലിച്ച് പോവുകയല്ല, എങ്കിലും ഒന്ന് ചിന്തിക്കുകയാണ്. പഴയ കാലത്തെ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ ആ ഊഷ്മളത ഇന്ന് ഒരു ടീച്ചർ, അധ്യാപിക എന്ന നിലയിൽ കാണാൻ കഴിയാറുണ്ടോ? പഴയ പോലെ ഇല്ല എന്ന് തന്നെ പറയാം. ഞാനൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ടീച്ചേഴ്സിനോടുണ്ടായിരുന്ന ഒരു മനോഭാവം ഇപ്പോഴത്തെ മിക്കവാറും കുട്ടികളിലും കാണാറില്ല. പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിക്കാം. ആ അധ്യാപിക പറഞ്ഞു തന്ന ഒരു ചിന്ത അല്ലെങ്കിൽ ഒരു അനുഭവം, പഴയ കാലങ്ങളിലെ ഗുരുശിഷ്യ ബന്ധത്തിൻ്റെ ഊഷ്മളത ഇന്ന് കാണാൻ കഴിയുന്നില്ലെന്ന് പറയുമ്പോൾ, ഏറ്റവും നല്ല ഒരു അധ്യാപിക പരിശുദ്ധ അമ്മയ എന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുന്നുണ്ട്. ആ പരിശുദ്ധ അമ്മ ആ കുഞ്ഞിനെ വളർത്തി ജ്ഞാനത്തിലും പ്രായത്തിലും എല്ലായിടത്തും നന്മ നിറഞ്ഞവളായി. അങ്ങനെയെങ്കിലും ഒരു അധ്യാപകന്, ഒരു ഗുരുവിന് ശിഷ്യഗണങ്ങളോ വളർത്തിയെടുക്കുമ്പോൾ ഇന്ന് നമുക്കറിയാമല്ലോ, A+ന് വേണ്ടിയുള്ള വലിയ ഒരു മുന്നേറ്റം, പരക്കം പാച്ചിൽ. എവിടെ നോക്കിയാലും നമ്മളിപ്പോൾ ആ ഒരു വാക്കുകൾ കേൾക്കുക, A+. പക്ഷേ ഈ കുഞ്ഞുങ്ങൾ വിശുദ്ധിയിൽ A+ ഉണ്ടോ? വിനയത്തിൽ A+ ഉണ്ടോ? അനുസരണത്തിൽ A+ ഉണ്ടോ? വിധേയത്വത്തിൽ A+ ഉണ്ടോ എന്ന് പലപ്പോഴും നമ്മൾ ആരും ചിന്തിക്കാറില്ല എന്നുള്ള ഒരു വസ്തുത നമുക്ക് തിരിച്ചറിയാം. പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയം, ആ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം നല്ലൊരു വിദ്യാലയമാണ്. അവിടെ വിനയമുണ്ട്, വിശുദ്ധിയുണ്ട്, എളിമയുണ്ട്, അനുസരണമുണ്ട്. ആ അമ്മയും ഒരു A+ നൽകി നമുക്ക് കാൽവരിയിൽ.
അതും ഒരു പ്ലസ് ആയിരുന്നു. ആ മരക്കുരിശ്, അവിടെ ആ കാണുന്ന രക്ഷകനാണ് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം. നമുക്ക് തിരിച്ചു വരാം, അടുത്ത ഗാനത്തിലേക്ക് കാതുകൾ കൊടുക്കാം. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ഈശോയെ മഹത്വപ്പെടുത്താം.
മാതൃവാത്സല്യത്തിൻ്റെ മനോഹര അനുഭവം പാട്ടായി ഇവിടെ പാടി. ടീച്ചറിന് പരിശുദ്ധ അമ്മ ജീവിതത്തിൽ അനുഭവമായി മാറിയ എന്തെങ്കിലും ഒരു അനുഭവം പങ്കുവയ്ക്കാനുണ്ട്? അത് എൻ്റെ കല്യാണത്തിനെ കുറിച്ചാണ്. എന്താണ്? എൻ്റെ വിവാഹത്തെ കുറിച്ചാണ്. വിവാഹ വേളയിലെ? അതെ. ഇങ്ങനെ അതിനു മുന്നേ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വ്യക്തി ഇങ്ങനെ പറയുകയുണ്ടായി, നിന്റെ വിവാഹ ദിവസം പരിശുദ്ധ അമ്മ കൂട്ടായ്മയിൽ വെച്ച് പറഞ്ഞു, പരിശുദ്ധ അമ്മ നിനക്ക് വേണ്ടിയിട്ട് നിന്റെ കല്യാണ ദിവസം കാനായിലെ വിവാഹ വിരുന്നിൽ ചെയ്തതുപോലെ ഒരു അത്ഭുതം പ്രവർത്തിക്കും എന്ന് പറഞ്ഞു. ടീച്ചറിന്റെ കല്യാണ ദിവസം കാനായിലെ കല്യാണം പോലെ ഒരു അനുഭവം ഉണ്ടാകും എന്ന് ഒരു സന്ദേശമായി പറഞ്ഞു അല്ലേ? അതെ അതെ. അപ്പം അത് എന്തായിരിക്കുമെന്ന് ഓർത്തു ഞാൻ ഇങ്ങനെ ഇരുന്നു. പക്ഷേ കല്യാണത്തിൻ്റെ തലേന്ന് എനിക്ക് ഫുഡ് ഇൻഫെക്ഷൻ ആയി. ഛർദി, തലകറക്കം, ഇടയ്ക്കിടയ്ക്ക് ബോധം കെട്ടുപോകുന്നു. കല്യാണം നടക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. അങ്ങനെ ആകെ ടെൻഷനായി. രാത്രി 12 മണിയായി. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് വന്നു. രാവിലെ എഴുന്നേൽക്കുമ്പം 4 മണിക്ക് എഴുന്നേൽക്കുന്നു, ബോധം കെട്ടുപോകുന്നു. 5 മണിക്ക് എഴുന്നേൽക്കുന്നു, ബോധം കെട്ടുപോകുന്നു. അങ്ങനെ അപ്പം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, ഞാനിങ്ങനെ ബോധമില്ലാതായി പോവാണെന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇനി ഒരു എഴുന്നേൽക്കലും കൂടെ ഉള്ളൂ, അതിന് എഴുന്നേറ്റില്ലെങ്കിൽ കല്യാണം നടക്കില്ല. പക്ഷേ മാതാവ് അത്ഭുതം പ്രവർത്തിച്ചു. ഒരു 5:30 മണിക്ക് ഞാൻ എഴുന്നേൽക്കുവാണ്. അത് കഴിഞ്ഞിട്ട് ആ ഒരു എഴുന്നേൽക്കലിന് ശേഷം പിന്നെ എനിക്ക് യാതൊരു കുഴപ്പമില്ല. എനിക്ക് ട്രിപ്പ് ഇടുന്നുണ്ട്, പക്ഷേ എനിക്ക് നേരെ നിൽക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ആണ് ആ വിവാഹം നടന്നത്. അപ്പം അങ്ങനെ പരിശുദ്ധ അമ്മ എനിക്ക് വേണ്ടിയിട്ടൊരു വലിയ അത്ഭുതം അന്ന് എൻ്റെ വിവാഹ ദിവസം പ്രവർത്തിച്ചു. പ്രിയമുള്ളവരെ, വളരെ വ്യത്യസ്തമായ ഒരു സാക്ഷ്യ അനുഭവം. പ്രാർത്ഥനാ കൂട്ടായ്മയിലായിരിക്കുമ്പോൾ ഒരു വ്യക്തിയിലൂടെ പരിശുദ്ധാത്മാവ് നൽകിയ സന്ദേശം, നിന്റെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മ ഇടപെടുന്ന ഒരനുഭവം, അതും കാനായിലെ കല്യാണ വിരുന്നിൽ എന്ന പോലെ നിന്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന് പറഞ്ഞു. നമ്മൾ ശ്രമിക്കുകയായിരുന്നു. വിവാഹത്തിൻ്റെ തലേന്ന് ഇതാ ഫുഡ് ഇൻഫെക്ഷൻ ഉണ്ടാകുന്നു. പിറ്റേന്ന് വധു ആയി തീരേണ്ട വ്യക്തി ഇതാ മണവാട്ടി രോഗശൈലിയിലായിരിക്കുന്ന അവസ്ഥ. ബോധം മറഞ്ഞു പോകുന്നു. ആ അവസ്ഥയിൽ പരിശുദ്ധ അമ്മേ, എന്നെ അമ്മക്ക് താങ്ങണമേ എന്നുള്ള ബോധം തെളിഞ്ഞപ്പോൾ ഉള്ള പ്രാർത്ഥന, പ്രിയമുള്ളവരെ, നമ്മൾ കേൾക്കുകയാണ്. വളരെ അത്ഭുതകരമായി പരിശുദ്ധ അമ്മയുടെ സ്നേഹ സാന്നിധ്യം അനുഭവമായപ്പോൾ ആ കാനായിലെ കല്യാണത്തിൽ എന്ന പോലെ തന്നെ ആ കുറവുകൾ നികത്തി അമ്മ മറ്റൊരു തരത്തിൽ അമ്മ സഹായിച്ചു. നമ്മുടെ ജീവിതത്തിലും അത് ഏത് തലങ്ങളുമായിക്കൊള്ളട്ടെ, അവിടെയെല്ലാം പരിശുദ്ധ അമ്മ നിത്യസഹായമായി വരും. ആ അമ്മയുടെ സവിധം, അമ്മയുടെ ഒപ്പമുള്ള പ്രയാണം എല്ലാം നമ്മുടെ ജീവിതത്തിൽ നിത്യസഹായത്തിൻ്റെ വലിയ അത്ഭുത വഴികൾ തെളിക്കുന്നതായിരിക്കും. അമ്മ വഴി ഈശോ നമ്മളെ അനുഗ്രഹിക്കും. ഈശോ നമ്മെ വഴി നടത്തും. നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയോട്. പരിശുദ്ധ അമ്മേ, അമ്മയുടെ വിമല ഹൃദയത്തിന് ഞങ്ങളെ സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് ഈ ടീച്ചറിനെ നൽകുമ്പോൾ അനേകം അധ്യാപികമാർക്ക് മാതൃകയായി മുന്നേറുവാൻ, തങ്ങളുടെ ശിഷ്യഗണങ്ങളെ ദൈവോന്മുഖമായി വാർത്തെടുക്കുവാൻ, പഠനത്തിൽ എന്ന പോലെ തന്നെ ജീവിത വിശുദ്ധിയിലും പഠിച്ചു മുന്നേറുവാനുള്ള ആ വലിയ ഉണർവ് എല്ലാ ശിഷ്യഗണങ്ങൾക്കും ഉണ്ടാകത്തക്ക രീതിയിൽ ഗുരുജനങ്ങൾ ഉണർന്നു പ്രശോഭിക്കുവാൻ നല്ല അധ്യാപികയായ പരിശുദ്ധ അമ്മേ, അമ്മ കൂടെ ഉണ്ടായിരിക്കണമേ. ഞങ്ങളുടെ എല്ലാ കുഞ്ഞുമക്കളെയും സമർപ്പിക്കുന്നു. അവരെ പഠിപ്പിക്കുന്ന എല്ലാ അധ്യാപകരെയും സമർപ്പിക്കുന്നു. നസ്രത്തിലെ തിരുക്കുടുംബത്തിൽ നല്ല കുടുംബിനെയും അധ്യാപികയുമായ വിരാജിച്ച് ഈശോയെ വളർത്തിയ അമ്മേ, എല്ലാ കുഞ്ഞുമക്കളെയും സമർപ്പിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഈശോയുടെ പാതയിൽ നയിക്കണമേ. ആമേൻ.